കുറച്ച് ദിവസം മുമ്പ് ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നു. പൊതുവേ നന്നായി സംസാരിക്കുന്ന അവർക്ക് 1-2 വർഷമായിട്ട് ആളുകളോട് സംസാരിക്കാനും ഇടപഴകാനും എല്ലാം കടുത്ത വായ്നാറ്റം കാരണം നല്ല കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 വർഷത്തിനിടയിൽ പലപ്പോഴായിട്ട് പല്ല് ക്ലീൻ ചെയ്യുകയും അടയ്ക്കാനുള്ള പല്ല് അടയ്ക്കുകയും മൗത്ത് വാഷ് യൂസ് ചെയ്യുകയും എല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വായ്നാറ്റത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. എക്സാമിൻ ചെയ്ത സമയത്ത് അത്യാവശ്യം വാട്ടർ ഇൻടേക്ക് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ സലൈവയുടെ കൺസിസ്റ്റൻസിയും നോർമലായിരുന്നു. സോ വാട്ട്സ് നെക്സ്റ്റ്? അവരോട് സംസാരിച്ച സമയത്ത് ഈ 2 വർഷം കൊണ്ട് അവർക്ക് വായ്നാറ്റത്തിൻ്റെ കൂടെ വേറൊരു ബുദ്ധിമുട്ടുമുണ്ട്, ഗ്യാസ്ട്രൈറ്റിസ്. യെസ്, ഗ്യാസ്ട്രൈറ്റിസും വായ്നാറ്റവും തമ്മിൽ കോറിലേറ്റഡ് ആണെന്നുള്ള കാര്യം പേഷ്യൻറ്റിന് അറിയില്ലായിരുന്നു. സോ നമ്മൾ അവരെ ഉടൻ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്തു. അവർ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആഫ്റ്റർ 2 to 3 weeks പേഷ്യൻറ്റ് ബെറ്റർ ആവാനും തുടങ്ങി. യെസ്, അപ്പോൾ നമ്മുടെ ഓറൽ ഹെൽത്തിന് നമ്മളോട് നമ്മളെ ബോഡിയെ പറ്റി വേറെ പലതും പറയാനുണ്ടാവും. സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി വെക്കാതെ നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക കേട്ടോ.